ഈയിടെയായിട്ട് പള്ളികളിലൊക്കെ കാഴ്ചകൾ വന്ന് നിറയുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ചകളൊക്കെ അത്രയ്ക്ക് ഭക്തി പകരുന്ന കാഴ്ചകളാണോ എന്നൊരു സംശയം എൻ്റെ ഉള്ളിലുണ്ട്. ആദ്യമേ തന്നെ പറയട്ടെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചയ്ക്ക് കൗതുകമുണർത്തുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഒരാൾ പള്ളിയിലേക്ക് പോകേണ്ടത് ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക അനുഭൂതി തിരിച്ചറിയാനാണ്. പള്ളിക്കകം അതിവിശുദ്ധമായൊരു സ്ഥലമാണ്, ദൈവത്തിൻ്റെ ആലയം. ആ ദൈവത്തിൻ്റെ ആലയത്ത് ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യത്തിൽ അയാളിൽ തന്നെ വെട്ടമേറ്റുവാങ്ങുവാൻ വേണ്ടിയാണ് പള്ളിയിലേക്ക് പോകേണ്ടത്. പക്ഷേ ഇപ്പോൾ കൗതുകമുണർത്തുന്ന കാഴ്ചകൾ നിറയുന്നുണ്ടോ പള്ളികളിൽ എന്നൊരു സംശയം എനിക്ക്. ആദ്യമായിട്ട് നമ്മൾ 3 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരു പള്ളിയിൽ ആരാധന തിരുക്കർമ്മങ്ങൾ. രണ്ടാമത് ഭക്തകൃത്യങ്ങൾ പലപ്പോഴും അരങ്ങേറും. 3 ആവിഷ്കാരങ്ങളുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് വിശുദ്ധ വാരമൊക്കെ വരുമ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടെത്താറുണ്ട്: തിരുക്കർമ്മങ്ങൾ, ഭക്തകൃത്യങ്ങൾ, ദൃശ്യാവിഷ്കാരങ്ങൾ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തിരുക്കർമ്മങ്ങൾക്കിടയിൽ ദൃശ്യാവിഷ്കാരങ്ങൾക്കും മറ്റും പ്രസക്തിയില്ല. അത് വളരെ വ്യക്തമായിട്ട് കാനൻ ലോ കത്തോലിക്ക സഭയിലെ എല്ലാ വിശ്വാസികളെയും പഠിപ്പിക്കുന്ന കാര്യമാണ്. അത് നമ്മൾ അറിയാതെ മറന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് നന്നായിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ പാരമ്പര്യങ്ങൾ അനുസരിച്ച് കുർബാനയ്ക്കിടയിൽ ഒന്നും ആഡ് ചെയ്യാനോ എന്തെങ്കിലും വെട്ടിമാറ്റാനോ മാറ്റിമറിക്കാനോ ആർക്കും അവകാശമില്ല. ഞാൻ കാനൻ നിയമങ്ങളിലൂടെ ആദ്യം കടന്നു പോകാം. കാനൻ 846(1), കാനൻ 838, അതുപോലെ തന്നെ സാക്രോ സാങ്ക്തും കൊൻചീലിയും 22(3), റിഡംസിയോണിസ് സാക്രമെന്തും 74. ഇതെല്ലാം പറയുന്ന ഒരു കാര്യം: നോ പാർട്ട് ക്യാൻ ബി ആഡഡ്, റിമൂവ്ഡ് ഓർ ചേഞ്ച്ഡ്. അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണം. ഈ കുർബാനയ്ക്കിടയിൽ, ഈസ്റ്റർ കുർബാനയ്ക്കിടയിൽ നമ്മൾ വളരെ പരമ്പരാഗതമായിട്ട് എന്ന മട്ടിൽ ഈസ്റ്റർ ദൃശ്യാവിഷ്കാരം നടത്താറുണ്ട്. വളരെ സുന്ദരമായിട്ട്. പണ്ട് വളരെ ലളിതമായിരുന്നത്. ഇപ്പോൾ ഹൈ ടെക്നിക്കൽ നോളജ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഒരുങ്ങി വളരെ രസകരമായിട്ട് അത് അവതരിപ്പിക്കാറുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിലെ ഒരു ചോദ്യം ഇതാണ്: അങ്ങനെ സുന്ദരമായിട്ട് ഈസ്റ്റർ അനുഭവം നൽകുന്ന ആ പരിപാടി കുർബാനയ്ക്ക് ശേഷം നടത്തിയാൽ പോരെ? അതല്ലെങ്കിൽ കുർബാനയ്ക്ക് മുമ്പ് നടത്തിയാൽ പോരെ? ഈ കുർബാനയ്ക്കിടയിൽ തന്നെ ഇത് നടത്തണമെന്ന് നമ്മൾക്ക് ശാഠ്യം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഇതെൻ്റെ ചോദ്യമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് തീർത്തും വിരുദ്ധ അഭിപ്രായം ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെന്നും വരാം. പക്ഷേ ഇതെൻ്റെ അഭിപ്രായമാണ്. ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധമായിട്ടുള്ള ബലി അർപ്പിക്കപ്പെടേണ്ട ബലിത്തറയാണ് അൾത്താര. അവിടെ ഏറ്റവും ശുദ്ധമായ കാര്യങ്ങളെ സംഭവിക്കാൻ പാടുള്ളൂ. അതിന് പകരമായിട്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രാമകൾ അരങ്ങേറാൻ പാടില്ല. പള്ളിക്കകവും അതുപോലെ തന്നെയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കുർബാനയ്ക്കിടയിൽ ഉയർപ്പ് നടത്തേണ്ട ആവശ്യം ഉണ്ടോ? അത് ഈസ്റ്റർ അനുഭവം അല്ലെങ്കിൽ ഈശോ ഉയർത്തെഴുന്നേറ്റതിൻ്റെ അനുഭവം കാഴ്ചകളിലൂടെ, ലൈറ്റ് ആൻഡ് സൗണ്ട് വിസ്മയഭാവങ്ങളിലൂടെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുമായിരിക്കാം. പക്ഷേ അതിപ്പോൾ അതിരുവിട്ട് പോകുന്നില്ലേ? എല്ലാ കാര്യങ്ങളും അതിരുവിട്ട് പോകുന്നതായിട്ടുള്ളൊരു തോന്നലാണ് എനിക്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താം. നിങ്ങൾക്ക്
കല്ലെറിയുകയോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് സ്വീകരിക്കുകയോ ഞാൻ പറയുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഭക്തകൃത്യമായിട്ടുള്ള കുരിശിൻ്റെ വഴി പോലെ അത് ഏറ്റവും ഭക്തി നിറഞ്ഞതാക്കി മാറ്റുന്നതിന് സഹായകമായിട്ടായിരിക്കാം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ ദൃശ്യാവിഷ്കാരങ്ങൾ കുരിശിൻ്റെ വഴിയോടൊപ്പം തുടങ്ങി വെച്ചത്. പക്ഷെ പിന്നീട് ഈ ദൃശ്യാവിഷ്കാരങ്ങൾ റിയൽ യാത്രയായി മാറുന്നു. അതും ഓക്കെ. പക്ഷെ അവിടെ ഈ വയലൻസിൻ്റെ എക്സാജറേഷൻ ആസ്വദിക്കുന്നവരുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ലെന്ന് എനിക്ക് സംശയം. ഒരു സ്പെക്ടാക്കുലർ വയലൻസ്, ആ വയലൻ്റ് ലോകം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇതൊരു എൻ്റെ ചിന്തയാണ്. കാരണം ക്രിസ്തുവായി വേഷം ധരിക്കുന്ന അയാളെ അങ്ങേറ്റം പീഡിപ്പിക്കുന്ന തരത്തിലാണ്. നിങ്ങളെന്നോട് പറയും അടിക്കുന്നതും തള്ളിയിടുന്നതൊക്കെ വളരെ സോഫ്റ്റായിട്ടൊന്നും അല്ല ഇപ്പോൾ ചെയ്യുന്നത്. വളരെ ക്രൂരമായ വിധത്തിലുള്ള അടികളും എടുത്തെറിയലുകളും വലിച്ചെറിയലുകളും ആ വ്യക്തിക്ക് ശാരീരികമായി എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകാം. ഇനി ഈ വിക്ടിമായി മാറുന്ന വ്യക്തി അതിലും ഒരു പാപപരിഹാര പ്രക്രിയ കണ്ടെത്തുന്ന പോലെയാണ്. അയാൾ ഇതുവരെ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് പരിഹാരം എന്ന മട്ടിൽ. പക്ഷേ നിങ്ങളെ അങ്ങേറ്റം പീഡിപ്പിച്ചുകൊണ്ട് ദുഃഖിപ്പിച്ചുകൊണ്ട് കരയിപ്പിച്ചുകൊണ്ട് സന്തോഷം അനുഭവിക്കുന്ന സാഡിസ്റ്റൊന്നുമല്ലല്ലോ ദൈവം. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ അതിര് കവിയുന്നില്ലേ എന്നൊന്ന് ആലോചിച്ച് നോക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ. ഡ്രാമ വന്ന് അസംഭവ്യ ഡ്രാമയായി മാറുന്നില്ലേ എന്നൊരു ചിന്തയാണ് എനിക്ക്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഇതൊക്കെ ആവശ്യമുണ്ടോ? ഇനി ഈ ടാബ്ലോ പോലുള്ള സംഗതികൾ സ്റ്റേഷനുകൾ എവിടെയെങ്കിലും നിർത്തിക്കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടി മാന്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് ഓരോ ദിവസവും കൂടിക്കൂടി വരുന്ന വയലൻ്റ് എക്സാജറേറ്റഡ് എക്സ്പ്രഷൻസ് എത്രത്തോളം ഭക്തി ഉളവാക്കുന്നുണ്ട് എന്നാലോചിച്ച് നോക്കുക. ഈ കുരിശിൻ്റെ വഴി കാഴ്ചയുടെ വഴി ആകുന്നതിനേക്കാൾ നല്ലതല്ലേ കുരിശിൻ്റെ വഴി ആത്മീയ അനുഭവത്തിൻ്റെ, പ്രാർത്ഥനയുടെ, നിറവിൻ്റെ വഴിയാക്കി മാറ്റുന്നത്? അവിടെ ചൊല്ലപ്പെടുന്ന പ്രാർത്ഥനകളും പാടുന്ന പാട്ടുകളൊക്കെ അങ്ങേറ്റ ആത്മാർത്ഥതയോടുകൂടി പാടി പ്രാർത്ഥിച്ച് ധ്യാനിച്ച് അങ്ങനെയല്ലേ മുന്നോട്ട് നീങ്ങേണ്ടത്? നിങ്ങളുടെ ചിന്തകൾ രേഖപ്പെടുത്തുക. ഞാൻ പറയുന്നത് മുഴുവൻ നിങ്ങൾ സ്വീകരിക്കണമെന്നില്ല, പക്ഷെ എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. സ്പെയിനിലും മറ്റും സെമാന സാന്ത ഹോളി വീക്കിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഭക്തകൃത്യങ്ങൾ അത് പക്ഷെ ഒരിക്കലും ക്രമങ്ങളുടെ ഭാഗമല്ല. ആരാധനക്രമങ്ങളുടെ ഭാഗമല്ല, വൈദികരല്ല അവയ്ക്ക് നേതൃത്വമേകുന്നതും. അത് ചർച്ച് സ്ക്വയറുകളിലോ സ്ട്രീറ്റുകളിലോ വച്ച് നടത്തപ്പെടുന്ന പാഷൻ പ്ലേയുടെ പുനരാവിഷ്കരണങ്ങളാണ്. അതിൽ തന്നെ ഫ്ലാഗല്ലൻസ് എന്ന രീതിയിൽ പണ്ട് ശരീരത്തിൽ മുറിപ്പെടുത്തുന്ന സ്വയം ചാട്ടയടിച്ചു പോകുന്ന ആളുകളുടെ ഗണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് സഭ തന്നെ ഔദ്യോഗികമായി നിർത്തുകയുണ്ടായി. കാരണം ഒരാൾ തന്നെ മെരിക്കാനും ഒരുക്കാനും വേണ്ടി പേഴ്സണലായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒരു പബ്ലിക് ആക്റ്റാക്കി എല്ലാവരും ചേർന്ന് ചെയ്യുമ്പോൾ അത് വിലക്കപ്പെടേണ്ടതാണെന്ന് സഭയ്ക്ക് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ ഇപ്പോഴും ഫിലിപ്പീൻസ് പോലുള്ള സ്ഥലങ്ങളിൽ ശരീരം മൊത്തത്തിൽ കീറി മുറിച്ച് ചാട്ടവാറടിച്ച് നടക്കുന്ന ആളുകളുണ്ട്. സഭ അതിനെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാറില്ല. ഫിലിപ്പീൻസിലെ പമ്പാങ്ക എന്ന സ്ഥലത്ത് സാൻ ഫെർണാണ്ടോ എന്ന പ്രവിശ്യയിൽ എല്ലാ വർഷവും അരങ്ങേറുന്ന റിയൽ കുരിശേറ്റ പരിപാടിയുണ്ട്. അതായത് ആളുകൾ കുരിശിലേക്ക് അക്ഷരാർത്ഥത്തിൽ ആണികളാൽ തറച്ചിടപ്പെടുകയാണ് ഏതാനും മിനിറ്റ് നേരത്തേക്ക്. വളരെ അപകടകരമായൊരു കാര്യമാണത്. സഭ ഒരു തരത്തിലും അതിനെ പ്രോത്സാഹിപ്പിക്കാറുമില്ല, അതിനെ അംഗീകരിക്കുന്നുമില്ല. എങ്കിലും ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പരിപാടിയായി മാറുന്നത് കൊണ്ട് അതെല്ലാം ഇപ്പോഴും അരങ്ങേറുന്നുണ്ട്. ഇപ്പം പല കാര്യങ്ങളും സ്ഥിരമായിട്ട് ആവർത്തിക്കപ്പെടുമ്പോൾ അത് ശരിയാണെന്നൊരു തോന്നൽ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് അതിഭാവാത്മകമായിട്ടുള്ള അവതരണങ്ങൾ. അത് കുറച്ചുകൂടി നിയന്ത്രിക്കപ്പെടേണ്ടതല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ കുരിശിൻ്റെ വഴിയോരങ്ങളിലൊക്കെ ടാബ്ലെ വെച്ച് കുറച്ച് ആകർഷകമാക്കാം, പക്ഷേ അതിക്രൂരമായ വിധത്തിൽ
കർത്താവിനെ പീഡിപ്പിക്കുന്ന രംഗങ്ങൾ അടങ്ങിയ ദൃശ്യാവിഷ്കാരങ്ങൾ ലൈവ് ഷോ പോലെ കൊണ്ടു നടക്കുന്നത് അത്രയ്ക്ക് നല്ലതാണോ എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. ചിന്തിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അതിക്രൂരമായ വിധത്തിൽ ആളുകളെ ഇങ്ങനെ അടിച്ച് തകർത്ത് മുന്നേറുമ്പോൾ അതുകൊണ്ടുണ്ടാക്കാവുന്ന ഒരു ഇമോഷണൽ ഫാൻറ്റസി, അതാണോ ആത്മീയത? ആലോചിച്ച് നോക്കുക. അങ്ങനെയാണോ ഒരാൾ ആത്മീയമായിട്ട് കർത്താവിനെ അറിയേണ്ടത്? കർത്താവിൻ്റെ സ്നേഹത്തെ പ്രഘോഷിക്കപ്പെടേണ്ട ആ സമയത്ത് ഈ വയലൻസിൻ്റെ ആഘോഷം അത്രയ്ക്ക് നല്ലതാണോ? ഇനി വന്ന് കുർബാനയ്ക്കിടയിൽ പോലും ഒരുപാട് തിയേറ്റർ എക്സ്പീരിയൻസ് കൊണ്ടുവരുന്ന രീതികൾ ചിലയിടങ്ങളിലെങ്കിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് അങ്ങേറ്റം ആപത്കരമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കൃത്യമായിട്ട് സഭ പഠിപ്പിക്കുന്നത് മാസ് ഈസ് എ ലിറ്റർജിക്കൽ സെലിബ്രേഷൻ, ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് പാസ്കൽ മിസ്റ്ററി, നോട്ട് എ തിയേറ്റർ പെർഫോമൻസ്. അപ്പോൾ കുർബാന രക്ഷാകര രഹസ്യങ്ങളുടെ ഒരു ലിറ്റർജിക്കൽ സെലിബ്രേഷനാണ്. അത് തിയേറ്റർ പെർഫോമൻസായി മാറരുത്. അപ്പോൾ നമ്മൾ ഡാൻസും പാട്ടും കൊറിയോഗ്രാഫിയും എല്ലാം കൂട്ടിച്ചേർത്തുള്ള കുർബാന അനുഭവങ്ങളിലേക്ക് ആളുകളെ നയിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക്. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ്. ഇനി സേക്രഡ് സ്പേസിൻ്റെ ഒരു സാങ്ക്ടിറ്റി ഉണ്ട്. നമ്മുടെ പള്ളി പരിസരങ്ങൾക്ക് ഒരു സാങ്ക്ടിറ്റി ഉണ്ട്. കാനൻ ലോ 1210 ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ സാങ്ക്ടിറ്റിക്ക് നിരക്കാത്ത കാര്യങ്ങൾ അരങ്ങേറാൻ പാടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ DJ പാർട്ടി കണക്കുള്ള പരിപാടികൾ പള്ളി പരിസരത്ത് നല്ലതാണോ? ഇനി പള്ളി അലങ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് DJ മ്യൂസിക് ഇട്ട് ഒരു തരം സൈക്കോഡെലിക് ഡാൻസിൻ്റെ മ്യൂസിക് പാറ്റേണോടുകൂടി ഈ വർണ്ണ വ്യതിയാനങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതും പ്രകാശ വ്യതിയാനങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതും അത്ര നല്ലതാണോ? ശരിയാണോ? ശരിയല്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഈ പെരുന്നാൾ രണ്ടാണ്. പെരുന്നാൾ എന്ന് പറയുന്നത് പെരിയ നാളാണ്, വലുതാക്കപ്പെട്ട ദിനം. നമുക്കൊക്കെ ജീവിതത്തിൽ പെരുന്നാളുകൾ വേണം, വലിയ ദിവസങ്ങൾ, ആഘോഷത്തിൻ്റെ, പാട്ടിൻ്റെ, ആട്ടത്തിൻ്റെ, ചാട്ടത്തിൻ്റെ, അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ വേണം. എല്ലാവർക്കും അത് വേണം. പക്ഷേ തിരുനാളിനെ പെരുന്നാളാക്കി മാറ്റുന്നത് അത്ര നല്ല കാര്യമാണോ? തിരുനാൾ ആത്മീയതയുടെ ഹൈറ്റാണ്, ആത്മീയതയുടെ ഉയർച്ചയുടെ ദിനമാണ്. ആ നാളിനെ ആത്മീയത മാറ്റിവെച്ചുകൊണ്ട് പുറത്തുള്ള പരിപാടികളുടെ ദിനമാക്കി മാറ്റുന്നത് അത്ര നല്ലതാണോ? ഞാനിത് പറഞ്ഞു വരുന്നത് പള്ളി പരിസരത്ത് ആൾക്കൂട്ടം വേണ്ട, കച്ചവടം വേണ്ട, പള്ളിപ്പരിസരത്ത് അത് വേണ്ട ഇത് വേണ്ട അങ്ങനെയൊന്നുമല്ല പറയുന്നത്. പക്ഷേ ഇതെല്ലാം ഉണ്ടായിക്കൊള്ളട്ടെ. ഒരുപാട് പേരുടെ ഉപജീവന മാർഗങ്ങളും അതിന് ചുറ്റിലുമുണ്ടായിരിക്കാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ആത്മീയമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകണം. അതില്ലെങ്കിൽ ഈ പുറത്തുള്ള കാര്യങ്ങൾക്ക് പിന്നെ എന്ത് പ്രസക്തിയാണുള്ളത്? കർത്താവ് എന്തുകൊണ്ടാണ് കച്ചവടക്കാരെ ചമ്മട്ടി അടിച്ച് പുറത്താക്കിയത്? നമ്മളത് മനസ്സിലാക്കണം. അവിടെ ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ 27 ലക്ഷത്തോളം ആളുകൾ ഒരുമിച്ച് ചേരാറുണ്ട്. ചരിത്രം പറയുന്നുണ്ട് 34 ഫുട്ബോൾ ഫീൽഡുകൾക്കുള്ള അത്രയും സ്ഥലം ഈ ജെറുസലേം ദേവാലയത്തിൽ ചുറ്റിലുണ്ടായിരുന്നു. അപ്പോൾ 27 ലക്ഷം ആളുകൾ തിങ്ങി നിറയുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ എത്രമാത്രം ആളുകളുണ്ടാവും. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും കച്ചവട സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ കർത്താവ് എന്തുകൊണ്ടാണ് ദേവാലയത്തിനകത്തു നിന്ന് ആളുകൾ പുറത്താക്കിയത്? വിജാതിയർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വെച്ചിരുന്ന ജെൻറ്റൈൽ സ്കോർട്ട് എന്നറിയപ്പെടുന്ന സ്ഥലം പ്രാർത്ഥിക്കാൻ ആർക്കും കടക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ ഫരിസേയർ തന്നെ കൈയടക്കി അവിടെ നാണയമാറ്റം മറ്റ് കച്ചവടവും നടത്തിക്കൊണ്ടിരുന്നു. ഇനി ആ സ്ഥലങ്ങളും മൊത്തത്തിൽ ഇവരുടെ സ്വന്തമായി മാറിയിരുന്നു. അന്നാസിൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ താൽമൂദിൽ തന്നെ വല്ലാതെ കുറ്റപ്പെടുത്തിയിട്ടുള്ള കവിതകളുണ്ട്. ആ കവിതകളിൽ യഹൂദ വേട്ടപ്പട്ടികൾ എന്നൊക്കെ അവർ വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് കർത്താവ് എല്ലാവരെയും പുറത്താക്കിയത്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ്? ഈ അകത്ത് പ്രാർത്ഥിക്കുവാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കി മാറ്റി
എന്ന് പറഞ്ഞ് പുറത്താക്കി. ഇനി ആലോചിച്ച് നോക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തിരുനാൾ ആഘോഷങ്ങൾ തീർച്ചയായിട്ടും ഒരുമിക്കലിൻ്റെ, കൂട്ടായ്മയുടെ, സന്തോഷത്തിൻ്റെ, കഠിന അധ്വാനത്തിലൂടെ നേടുന്ന സംതൃപ്തിയുടെ ഒക്കെ ഒരു ദിവസമാണ്. നല്ല കാര്യം. പക്ഷേ അതിനപ്പുറത്തേക്ക് ആത്മീയ അനുഭൂതിയുടെ ദിനങ്ങളായി അവ മാറണം. അതിന് പ്രാധാന്യം നഷ്ടപ്പെടരുത്. അത്രമാത്രമാണ് ഞാൻ പറയുന്നത്. തിരുനാളുകൾ വേണ്ട എന്ന് ഒരിക്കലും പറയരുത്. തിരുനാളുകൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ വേണമല്ലോ. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ പെരുന്നാളനുഭവങ്ങളും വേണം, വലിയ സംഗമങ്ങളും കൂട്ടായ്മകളും വേണം. പക്ഷേ തിരുനാളുകളെ വെറും പെരുന്നാളുകളാക്കി മാറ്റരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാനാവുമെന്ന് ഇടയ്ക്ക് ചിന്തിക്കുന്നതും വളരെ നല്ലതായിരിക്കും. ഈ ചിന്തകൾ ഞാൻ ഹൃദയപൂർവ്വം പങ്കുവയ്ക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടേതായ ചിന്തകളുണ്ടാകാം. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നല്ല യാത്ര നേരുന്നു.